താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒരുപാട് രാജ്യങ്ങളുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എതിരെ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തമ്മിലൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു. അങ്ങനെ രൂപപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് അമേരിക്കയ്ക്ക് വിനാശകരമായി തീരും. ഇപ്പം പറഞ്ഞു വരുന്നത് ഡീഗോ ഗാർഷ്യയിൽ അമേരിക്ക ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, ഞങ്ങളുടെ സ്വന്തമാണെന്നുള്ള രീതിയിൽ നിലപാട് സ്വീകരിക്കും. ഇത് എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, ബ്രിട്ടൻ പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വരുന്നു. ഒരു യുദ്ധസമാനമായ സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടില്ലേ? അതായത് ഇപ്പോ അത് പറയാൻ എളുപ്പം. ദാവോസിൽ ഇപ്പോ ആഗോള ഇക്കണോമിക് ഫോറത്തിന്റെ ഉച്ചകോടി നടന്നു വരികയാണല്ലോ. അതെ, നമ്മുടെ പി രാജീവ് മന്ത്രി അവിടെ ഉണ്ട്, ജയതിലക് ചീഫ് സെക്രട്ടറി ഉണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ചീഫ് സെക്രട്ടറി ഗവർണറെ സ്വീകരിക്കാൻ ഉണ്ടാകണമല്ലോ നയപ്രഖ്യാപന പ്രസംഗം. ജയതിലക് ഉണ്ടായിരുന്നില്ല, ദാവോസിലാണ്. അത് വേറെ കാര്യം. പക്ഷെ ദാവോസില് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും കാനഡയുടെ പ്രധാനമന്ത്രി മറ്റേ മാർക്ക് കാർണി ആഗോള വേദിയിൽ ദാവോസിൽ ഇയാൾ തെമ്മാടിയാണ് എന്ന് പറഞ്ഞു ട്രംപ്. മാക്രോൺ ട്രംപിന്റെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ ചില രാജ്യങ്ങൾ തെമ്മാടിത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗോള വേദി തന്നെ യൂറോപ്പ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിനെതിരെ സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വെനസ്വേലയും കാനഡയും ഗ്രീൻലൻഡും ഒക്കെ അമേരിക്കയുടെ ഭാഗമാണെന്ന് കാണിക്കുന്ന ഒരു ഭൂപടം ട്രംപ് പ്രസിദ്ധീകരിച്ചു. ഗ്രീൻലൻഡ് കാനഡയും ഞങ്ങൾ എടുക്കുകയാണ് എന്ന് പറയുന്നത് പോലെ, സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുന്നത് പോലെ ട്രംപ് ഇങ്ങനെ പല രാജ്യങ്ങളും എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാർണി ദാവോസില് ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അമേരിക്കയുടെ അധീശത്വം അവസാനിച്ചിരിക്കുന്നു, ലോകത്ത് അമേരിക്കയുടെ അധീശത്വം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ വാണിജ്യം, ട്രേഡ്, കച്ചവടം അത് വെപ്പണൈസ് ചെയ്യാണ്, അത് ആയുധമായിട്ട് പ്രയോഗിക്കുകയാണ്. താരിഫ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഒരു അധീശത്വ ആയുധമായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഒരു ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലതിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലല്ല ഇപ്പോൾ ലോകം നിൽക്കുന്നത്. ഇത് തകർച്ചയിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. പഴയ ക്രമം മുഴുവൻ തകർന്നിരിക്കുകയാണ്. അമേരിക്കയുടെ അധീശത്വം എന്ന് പറയുന്ന ഒരു ക്രമം ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണല്ലോ, അത് തകർച്ചയിലാണ്. ആഗോള ചട്ടങ്ങൾ എന്ന് പറഞ്ഞ് അമേരിക്ക ഇത്രയും കാലം ഇത് കൊണ്ടുപോയിരുന്നതൊക്കെ വ്യാജമായിരുന്നു, കാപട്യം ആയിരുന്നു. അവർ ആഗോള ചട്ടങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഒരു ആഗോള ചട്ടത്തിന്റെ പേരിൽ അവർ മറ്റു രാജ്യങ്ങൾക്കെതിരെയൊക്കെ ഉപരോധമൊക്കെ പ്രഖ്യാപിക്കുകയും ആ ചട്ടം സ്വന്തം കാര്യം വരുമ്പോൾ ആ കാര്യത്തിൽ ഇളവ് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാപട്യമാണ് അമേരിക്കയുടേത്. കച്ചവടത്തിലും ആ കാപട്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ അധീശത്വം ഇനി നടപ്പില്ല, കാർണി പറഞ്ഞു. അപ്പോൾ സമീപകാല പ്രതിസന്ധികളൊക്കെ അത് തെളിയിച്ചു. ധനകാര്യങ്ങളിൽ, ഫിനാൻസ് കാര്യങ്ങളിൽ, ആരോഗ്യ മേഖലയിൽ, ഊർജ മേഖലകളിൽ ഒന്നും അമേരിക്കയുടെ അധീശത്വം നടപ്പായില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പുതിയൊരു ഭൂപടം അയാൾ ട്രൂത്ത് സോഷ്യലിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. അതിൽ കാനഡ, വെനസ്വേല, ഗ്രീൻലൻഡ് ഇതൊക്കെ അമേരിക്കയുടെ ഭാഗമായിട്ടാണ്. ഈ ചൈന ഇടക്കിടയ്ക്ക് ഇന്ത്യയുടെ ഭാഗങ്ങൾ, അരുണാചലൊക്കെ അവരുടെ ഭാഗമായിട്ടൊക്കെ പ്രസിദ്ധീകരിക്കില്ലേ, മറ്റേ ബംഗ്ലാദേശ് ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ. മാക്രോൺ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് സംസാരിച്ചത്. കണ്ണിന് എന്താ പ്രശ്നം, അസുഖമുണ്ട്, ചെങ്കണ്ണ് എന്ന് പറയുന്നത് പോലെ. അപ്പൊ മാക്രോൺ പറഞ്ഞു, ഈ തെമ്മാടിത്തരം യൂറോപ്പ് അനുവദിക്കില്ല. അപ്പോ ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു, ഗ്രീൻലൻഡിന്റെ കാര്യത്തില് യൂറോപ്പ് വഴങ്ങിയില്ലെങ്കിൽ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ വഴങ്ങിയില്ലെങ്കിൽ, ഫ്രാൻസ് പ്രത്യേകിച്ച് വഴങ്ങിയില്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നുള്ള വൈനും ഷാമ്പെയിനും 200% തീരുവ ഏർപ്പെടുത്തും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ അല്ലേ ഭീഷണി പറഞ്ഞിരുന്നു. അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് മാക്രോൺ പറയുന്നത്.
ക്രൂരതയ്ക്ക് പകരം ഈ ക്രൂരതയെ ഞങ്ങൾ ആദരിക്കുന്നില്ല. ട്രംപിന്റെ പേര് പറഞ്ഞില്ലേ, ഈ ക്രൂരത ആണ് ട്രംപിനെ പറ്റി പറഞ്ഞത്. നിയമത്തെ ആണ് ഞങ്ങൾ ആദരിക്കുന്നത്. അപ്പോൾ മാക്രോന്റെ ഈ പ്രൈവറ്റ് സന്ദേശങ്ങൾ, സ്വകാര്യ മെസ്സേജസ് ട്രംപിന് അയക്കുന്നുണ്ടാവും. ഇത് മുഴുവൻ ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ പ്രസിദ്ധീകരിച്ചു. ആഗോള നയതന്ത്ര നിയമങ്ങൾക്ക് വിരുദ്ധമല്ലേ അത്? ഒരാൾ സ്വകാര്യമായിട്ട് അയക്കുന്ന സന്ദേശങ്ങൾ അത് മുഴുവൻ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വ്യാഴാഴ്ച ബ്രസൽസില് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടി ചേരുകയാണ്. ഈ ഉച്ചകോടിയിൽ വെച്ചിട്ട് ഈ 93 ബില്യൺ യൂറോയുടെ കച്ചവടം അമേരിക്കയും യൂറോപ്പും തമ്മിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ യൂറോപ്പ് അമേരിക്കക്കെതിരെ തീരുവ ചുമത്താൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അത് വലിയ തിരിച്ചടിയാണ് നാളെ ഉണ്ടാവാൻ പോകുന്നത്. ഇന്നലെ നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു, ഇന്ത്യ 30% തീരുവ അമേരിക്കയിൽ നിന്നുള്ള പയറിൻ്റെ മുകളിൽ, ഇറക്കുമതിയുടെ മുകളിൽ ചുമത്തി. അത് നമ്മൾ കൊട്ടിഘോഷിച്ചില്ല. 2 അമേരിക്കൻ സെനറ്റർമാർ, നോർത്ത് ഡക്കോട്ടയിൽ നിന്നും മൊണ്ടാനയിൽ നിന്നുള്ള സെനറ്റർമാർ ട്രംപിനൊരു കത്തെഴുതി, ഇത് ഇങ്ങനെ ഇന്ത്യ ചെയ്തിരിക്കുന്നു, രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇതറിയുന്നത്. അപ്പോൾ എല്ലാവരും ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ചെയ്യാൻ പോകുന്നത് അതൊരു പുതിയ സംഭവമാണ്, ആൻറ്റി കൊയേർഷൻ ഇൻസ്ട്രുമെന്റ്. അത് ആദ്യമായിട്ട് യൂറോപ്പ് ഉപയോഗിക്കാൻ പോവാണ്. ഇതിന് മലയാളത്തിൽ എന്ത് പറയണമെന്ന് നമുക്ക് പ്രയാസമാണ്. എന്താണ് അതെന്ന് പറയാം. ആൻറ്റി കൊയേർഷൻ ഇൻസ്ട്രുമെന്റ്. ആൻറ്റി കൊയേർഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ, കൊയേർഷൻ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ ഒക്കെ ഇങ്ങനെ സമ്മർദ്ദ വിരുദ്ധ ഉപരോധം എന്ന് പറയാം. ആൻറ്റി കൊയേർഷൻ ഇൻസ്ട്രുമെന്റ് ഇതുവരെ യൂറോപ്പ് ഇത് ഉപയോഗിച്ചിട്ടില്ല. ട്രേഡ് ബസൂക്ക എന്ന് ഇതിനെ പറയുന്നുണ്ട്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ യൂറോപ്പ് ആഗോള ടെൻഡറുകളൊക്കെ ഫ്ലോട്ട് ചെയ്യുമല്ലോ, പല പദ്ധതികളിലും വലിയ ശതകോടികളുടെ പദ്ധതികളൊക്കെ ആയിരിക്കുമല്ലോ. ഇതിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കുക. പങ്കെടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരുപാട് സേവന മേഖലകളുണ്ട്, ടെക്നിക്കൽ സർവീസസ്, ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള സേവന മേഖലകളിലെ ആഗോളതലത്തില് ഇതിലൊക്കെ അമേരിക്കയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇതാണ് ആൻറ്റി കൊയേർഷൻ ഇൻസ്ട്രുമെന്റ്. ഇത് നടപ്പാക്കാൻ പോവാണ്. നാളെ ബ്രസൽസിൽ ചേരുന്ന ഉച്ചകോടിയിൽ യൂറോപ്പ് ഈ 2 സംഗതികൾ എടുത്ത്, കാരണം ഗ്രീൻലൻഡ് ഒരു വലിയ പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇതേ സമയം ഗ്രീൻലൻഡ് പിടിക്കുന്ന കാര്യം കുറേയും കൂടി ശക്തമായിട്ട് വരികയാണ്. കാരണം അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ ഗ്രീൻലൻഡിൽ താവളമുണ്ട് അമേരിക്കയ്ക്ക്. ആ താവളത്തിലേക്ക് പറന്നിട്ടുണ്ട്. പിഫിക് സ്പേസ് ബേസ് എന്ന് പറഞ്ഞാൽ വ്യോമതാവളമുണ്ട്, പിഫിക്. അങ്ങോട്ട് പറന്നിട്ടുണ്ട്. അത് വടക്ക് പടിഞ്ഞാറൻ ഗ്രീൻലൻഡിലാണ് അമേരിക്കയുടെ ഈ താവളം. അപ്പോൾ നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് ഉണ്ട്, നൊറാഡ് എന്ന് പറയും. അവര് നേരത്തെ ഈ വ്യോമതാവളത്തിന്റെ പേര് തുള എന്നായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പറന്നിട്ടുണ്ട് അമേരിക്കൻ സൈനിക വിമാനങ്ങൾ. അപ്പോൾ അമേരിക്ക, കാനഡ, ഡെൻമാർക്ക് സഹകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ നൊറാഡ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാനഡ ഇപ്പോൾ ആ സഖ്യത്തിൽ ഇല്ലല്ലോ, കാരണം കനേഡിയൻ പ്രധാനമന്ത്രി ട്രംപിനെതിരെ ദാവോസിൽ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഗ്രീൻലൻഡിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഡെൻമാർക്കിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിമാനങ്ങൾ വരുന്നു എന്നുള്ളത്. ആ ബേസ്, ആ വ്യോമതാവളം മിസൈൽ വാർണിംഗ് സിസ്റ്റം ഉള്ളതാണ്. പിന്നെ നോർത്ത് US ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, ഹൈ ആർട്ടിക് മേഖലയിൽ. അപ്പോൾ ഡെൻമാർക്കും സൈന്യ സാന്നിധ്യം ഗ്രീൻലൻഡിൽ കൂട്ടിയിട്ടുണ്ട്. യുദ്ധം വന്നാൽ എന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡാനിഷ് ഭടന്മാരെ കയറ്റി, ഡെൻമാർക്കിന്റെ സൈനികരെ കയറ്റിയിട്ട് ധാരാളം വിമാനങ്ങൾ ഗ്രീൻലൻഡിലേക്ക് പറന്നിട്ടുണ്ട്. തിങ്കളാഴ്ച 200 ഭടന്മാർ പുതുതായിട്ട് എക്സ്ട്രാ എത്തിയിട്ടുണ്ട് നേരത്തെ ഉള്ളതിന് പുറമെ. നോക്ക്, കാങ്കർ, ലുസാക്ക് തുടങ്ങിയ അവരുടെ താവളങ്ങളിൽ ഡെൻമാർക്ക്
വാരാന്ത്യത്തിൽ സൈനിക അഭ്യാസവും നടത്തിയിട്ടുണ്ട് ഗ്രീൻലൻഡ്. ഇന്നലെ അതേസമയം ട്രംപ് പറഞ്ഞത് ഈ ചാഗോസ് ഐലൻഡ് മൗറീഷ്യസിന് വിട്ടുകൊടുത്തത് ശരിയായില്ല ബ്രിട്ടൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ചാഗോസ് ഐലൻഡ് എന്ന് പറയുമ്പോൾ 58 ദ്വീപുകളുടെ ശൃംഖലയാണ്. അതിൽപ്പെട്ടതാണ് ഡീഗോ ഗാർഷ്യ. ഇന്ത്യ സമുദ്ര മേഖലകളിൽ ഇന്ത്യയുടെ ഒരു അറ്റത്താണ്. മാലദ്വീപിൽ നിന്ന് 500 കിലോമീറ്റർ അകലെ നമ്മുടെ ഒക്കെ അടുത്താണല്ലോ. അപ്പോ പക്ഷെ അവിടെ അമേരിക്കയും ബ്രിട്ടനും ഓരോ സൈനിക താവളങ്ങൾ നടത്തും. ബ്രിട്ടനും അമേരിക്കയും ചേർന്നിട്ടാണ് ഡിഗോ ഗാർഷ്യയിലെ താവളം നടത്തുന്നത്. പക്ഷെ അത് 99 കൊല്ലത്തെ പാട്ടത്തിന് എന്ന് നയം മാറ്റി ബ്രിട്ടന്റെ കയ്യിലിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കൊല്ലം കരാറിൽ ഒപ്പിട്ടു, മൗറീഷ്യസിന് ഇത് വിട്ടുകൊടുക്കുകയാണ്, ഒരു പാട്ടത്തുക നിശ്ചയിച്ചു. അപ്പോ ഡിഗോ ഗാർഷ്യ വിട്ടുകൊടുക്കുകയാണല്ലോ. മാത്രമല്ല ഡിഗോ ഗാർഷ്യയില് പലതരം ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്, ഭാവിയിൽ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ബ്രിട്ടൻ പറഞ്ഞു. അന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ച സമയത്തും അമേരിക്കൻ വിമാനങ്ങളൊക്കെ ഡിഗോ ഗാർഷ്യയിലായിരുന്നു. പലതരം ആക്രമണങ്ങൾ വേറൊരു ഘട്ടത്തിൽ നമുക്ക് ഡിഗോ ഗാർഷ്യ മാത്രം ചർച്ച ചെയ്യാം. അപ്പോ ഇപ്പൊ അഫ്ഗാൻ യുദ്ധകാലത്ത്, ഇറാഖ് യുദ്ധകാലത്തൊക്കെ ഡിഗോ ഗാർഷ്യ താവളം ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സെപ്റ്റംബർ 11 ആക്രമണം ഉണ്ടല്ലോ, അതിനുശേഷം പിടിച്ച തീവ്രവാദികളുണ്ട്. തീവ്രവാദികളെ ഡിഗോ ഗാർഷ്യക്ക് സാധാരണ വിമാനങ്ങളിൽ, സൈനിക വിമാനങ്ങളിലല്ല, രഹസ്യമായിട്ട് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സിൽ കൊണ്ടുപോയിട്ട് അവിടെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചതായിട്ടും വിവരമുണ്ട്. ഡിഗോ ഗാർഷ്യ ഇതിനൊക്കെ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഡിഗോ ഗാർഷ്യ അങ്ങനെ വിട്ടുകൊടുക്കുന്നുള്ള തീരുമാനം, ഈ സ്റ്റാമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എടുത്ത തീരുമാനം അസംബന്ധമായിരുന്നു, അബദ്ധമായിരുന്നു എന്ന് ഇന്നലെ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിട്ടുണ്ട്. സ്റ്റാമറും ട്രംപും തമ്മിൽ അകൽച്ചയിലാണല്ലോ. യുക്രൈൻ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ. അതെ, അപ്പൊ ഇരട്ട സഹോദരങ്ങൾ എന്നൊക്കെയായിരുന്നു നേരത്തെ അമേരിക്കയും ബ്രിട്ടനെയൊക്കെ കരുതുന്നത്. ഇപ്പം സ്റ്റാമറിന്റെ നിലപാട് നേരെ ട്രംപിനെതിരാണ്. ട്രംപ് ചെയ്യുന്ന നിലപാടുകൾ തെറ്റാണെന്ന് പരസ്യമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളിക്ക് സമാനമായ ഒരു അവസ്ഥ. ഇനി അത് സംഘർഷം അങ്ങനെ നിലനിൽക്കുകയാണ്. യുക്രൈനിൽ തുടങ്ങിയതാണ്, അത് കണ്ടതാണ്. അവർ സെലൻസ്കിയുടെ കൂടെയാണ്. അതെ, സെലൻസ്കിയെ ഇറക്കി വിട്ടില്ലേ അന്ന്, അപമാനിച്ച്, അന്ന് തുടങ്ങിയതാണ്. പിന്നെ രണ്ടാമത് സെലൻസ്കി പോകുമ്പോ ഇവരും ചെല്ലുന്നുണ്ട്, കൂടെ ചെല്ലുന്നുണ്ട് ഈ അപമാനം നേരിടാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഉപരോധ ഭീഷണികൾ, ഇപ്പോ മറ്റേ ഗ്രീൻലൻഡ് കാര്യത്തില് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചല്ലോ. 10%, അത് ജൂണില് 25% ആകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഓരോരുത്തരുടെയും വാതിൽപ്പടിയിൽ ഭീഷണി ചെല്ലുമ്പോഴാണല്ലോ. ഇന്ത്യക്കെതിരെയൊക്കെ ആയിരുന്നു, ചൈനക്കെതിരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ ഉമ്മറപ്പടിയിൽ എത്തി. അപ്പൊ അതുകൊണ്ട് അവര് ആഗോളതലത്തിൽ യൂറോപ്പ് അമേരിക്കക്കെതിരെ നാളെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള ഉച്ചകോടി നടത്തുകയാണ്. അപ്പോ അതുകൊണ്ടാണ് ഇപ്പോ പുതിയൊരു UN, ട്രംപിന്റെ UN വരുന്നുണ്ടല്ലോ, മറ്റേ ഗാസയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് ഇന്ത്യയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. UAE അതിൽ ചേരുന്നും പറഞ്ഞു. അപ്പൊ ഏതാണ്ടൊരു നാറ്റോയുടെ അവസാനം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.